നമസ്കാരം. നമസ്കാരം. അപ്പോ ഞാൻ ഇവിടെ നിൽക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സാന്റ വരുന്നുണ്ട്. ക്രിസ്മസിൽ സാന്റ ഇല്ലാതെ എന്താ ആഘോഷം അല്ലേ? അപ്പൊ നമ്മുടെ പരിപാടി എംഎഡ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടിയായ സാന്റ ഫിയസ്റ്റയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോ നമ്മുടെ സാന്റ എന്ന് പറയുന്നത് തുർക്കിയിൽ നിന്നാണ് വരുന്നത്. ഒറിജിനൽ സാന്റയാണ്. പക്ഷെ അതിന് പ്രശ്നമുള്ളതെന്ന് വെച്ചാല് പുള്ളി LSRW പഠിക്കാൻ നേരം ലിസണിങ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. SRW മറന്നുപോയി. അപ്പോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഞാനായിരിക്കും. നിങ്ങൾ ടർക്കിഷ് അറിയാവുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പോ നമ്മുടെ സാന്റ ഇപ്പൊ ഞാൻ വിളിച്ചിരുന്നു. തിരുവല്ല അവിടെ പെട്ടി കിടക്കാണ്. ഇപ്പൊ വരും, ഉടനെ വരും. ബുള്ളറ്റിലാണ് വരുന്നത്. അതാണ് നമ്മുടെ സാന്റയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഒന്ന് വിളിക്കുന്നു തോന്നുന്നു. സാന്റ കോമൗണ്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ സാന്റ നമ്മുടെ ഏതൊരു ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ സാന്റ ഇതാ വരികയായി. സാന്റ നമസ്കാരം. നിങ്ങളുടെ ടൈറ്റസ് ഫാമിലിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഓ, എല്ലാവർക്കും നമസ്കാരം. അതെ അതെ. എന്താണ് സാന്റയ്ക്ക് നിങ്ങൾ പറയാനുള്ളത്? എന്താ? സുന്ദരന്മാരെ, സുമുഖികളെ, ഓ ഹൃദയത്തിൽ സൗന്ദര്യമുള്ളവരെ. ഓ ശരി ശരി. പൊളിറ്റിക്കലി കറക്റ്റ് വാക്കാണ് കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ എന്നാണ് പാപ്പ പറഞ്ഞിരിക്കുന്നത്. പാപ്പ നിങ്ങൾ ചോദിക്കണമെന്ന് വെച്ചാല് ഇവിടെ ഈ കോളേജിലേക്ക് ബുള്ളറ്റിലാണ് വരുന്നത് പറഞ്ഞു. ഇപ്പൊ ഇവിടുന്ന് ആക്ച്വലി വരുന്ന എവിടുന്നാ? എങ്ങനെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ശരി. അതായത് നമ്മുടെ സാന്റ തുർക്കിന്നാണ്. തുർക്കിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ UN ഒരു സമാധാന ചർച്ച ഉണ്ടായി യുദ്ധത്തിന്. അപ്പൊ അതിനെതിരെയായിട്ട് പിന്നെ അവിടെ പോയിട്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പോയിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് അരിപ്പേക്ക് പോയി തോന്നുന്നല്ലേ? തിരുവനന്തപുരത്ത് അവിടുന്ന് ബുള്ളറ്റ് വരുവാ. എന്താണ് ഇത്രയും ഗട്സ്, ഇത്രയും പെട്രോളിന്റെ വില കൂടിയിരിക്കുന്ന സമയത്ത് പോയിട്ട് ബുള്ളറ്റ് വരാനുള്ള കാരണം എന്താ? ടീച്ചറോ? സുല്യ പണ്ട് പോലെ അറിയാം. സുല്യ ടീച്ചറുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് സാന്റ വന്നതെന്നാണ് പറയുന്നത്. അതായത് ബുള്ളറ്റിന്റെ പൈസ കാശ് സുല്യ ടീച്ചർ തരുമെന്നാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് സാന്റ വന്നത്. അതാണ് തിരുവനന്തപുരത്ത് ബുള്ളറ്റ് വരാനുള്ള ആ ഒരു ഗട്സ്. ഓ അപാരം തന്നെ. അപ്പൊ നമ്മുടെ ഈ കോളേജ് നമ്മൾ ഇത്രയും ഒരു ചെറിയ പരിപാടിയിൽ അല്ല അങ്ങനല്ല, നമ്മുടെ ഈ സാന്റയുടെ ഈ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഇന്റർനാഷണൽ കിടന്ന് കളിക്കുന്ന സാന്റയാണല്ലോ. അപ്പോ ഈ ഒരു പരിപാടിയിലേക്ക് വരാൻ പ്രത്യേകിച്ച് എന്താ സാന്റ കാരണം എന്താ? കോളേജിനുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട്. ഓ അതായത് B.Ed ഫാമിലിയോട് M.Ed ഫാമിലിയുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട്, അതായത് സുല്യ ടീച്ചറുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല സാംസാറിനുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട്. അപ്പൊ ആ ഒരു ഫാമിലി എല്ലാവരുടെ വീട്ടിലും സ്ഥിരം വരാറുള്ളതാണ് നമ്മുടെ സാന്റ. എല്ലാ വീടുകളിലും സാന്റ വരാറുണ്ട്. സാധാരണ റെയിൻഡിയറിലാണ് വരുന്നത്. ഇപ്പൊ അതെന്തോ അതിന് പനി പിടിച്ച് കിടക്കാൻ തോന്നുന്നു. അപ്പൊ സാന്റ വന്നിരിക്കുകയാണ്. അപ്പൊ സാന്റ നമുക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ കോളേജും നമ്മുടെ ഈ അന്തരീക്ഷവും ഈ സെറ്റപ്പും ഒക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാ ഡെക്കറേഷനും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരുടെ മുഖം കാണാൻ നല്ല നല്ല സന്തോഷമുണ്ടെന്നാണ് സാന്റ പറയുന്നത്. ഓക്കെ. ഓ എല്ലാം അടിപൊളിയാണ് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? പിന്നെ കോളേജിനെ കുറിച്ച് കാര്യങ്ങൾ എന്താ?
റിസർച്ച് സെന്റർ പുതിയതായിട്ടാണ് റിസർച്ച് സെന്റർ കൊണ്ട് അടിപൊളിയാണെന്നാണ് പറയുന്നത്. അവൻ നാക്കിന്റെ അക്രഡേഷൻ എ ഗ്രേഡ് കിട്ടിയതിലുള്ള സന്തോഷമാണ് സാറിന് പ്രകടിപ്പിച്ചത്. അതായത് കേരളത്തിലെ നല്ല പ്രബലമായ ഒരു കോളേജിൽ വന്ന് അഭിമാനം ഉണ്ടെന്നാണ് സാറിന് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ സാറിന് ഞങ്ങൾക്കിപ്പോ ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാം ഏകദേശം കഴിഞ്ഞു. ഇവിടെ അടിപൊളി പ്രോഗ്രാം സാറിന് നല്ല ലേറ്റ് ആണ്. പ്രോഗ്രാം ഏകദേശം എല്ലാം തീർന്നു. ഒരു നല്ല പാട്ടുണ്ടായിരുന്നു, ടീച്ചർമാർ പാട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോ കേട്ടില്ലായിരുന്നു. അത് മാത്രം കേട്ടില്ല, ബാക്കിയെല്ലാം കേട്ടു. ഓ ശരി. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഏകദേശം എല്ലാം തീരാറായി. ഇപ്പൊ അപേക്ഷിക്കുക ഒരു പാട്ട് പാടുന്നു. പാടാം. അപ്പൊ സാന്റയ്ക്ക് വേണ്ടി നമ്മൾ എംഎഡ് ഫാമിലിയിൽ നിന്ന് കുറച്ച് പേര് ഒരു പാട്ടുമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. സാന്റയ്ക്ക് വേണ്ടി മാത്രം. അപ്പൊ സാന്റയ്ക്ക് വേണ്ടി സാന്റ ഫിയസ്റ്റയുടെ ആദ്യത്തെ ട്രീറ്റായി ഒരു സോങ് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ സാന്റ? ഓക്കെ. Bye.
നിറഞ്ഞ കൈയ്യടി കൊടുക്കാം. സാന്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നല്ലേ? വളരെ അർത്ഥവത്തായ വരികളിലൂടെ വളരെ നല്ല രീതിയിൽ പാട്ട് പാടി തന്ന ശിശുവിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. സാന്റ വന്നേ. സാന്റ സാന്റ മമ്മി. ഓ അത് ശരി. ഇതിപ്പോ നിങ്ങൾ ഒരുമിച്ചാണ് വന്നത്? ബുള്ളറ്റിൽ ഇവിടുന്ന് ഇവിടം വരെ, തിരുവനന്തപുരത്ത് ഇവിടം വരെ. ഓ അത് ശരി. അപ്പം സാന്റ മമ്മി ഇത്ര എവിടെയായിരുന്നു? ക്യാൻറ്റീനില് സാമ്പാർ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നോ? ദോശ കൂടി. ഓ എന്താ ക്യാൻറ്റീനിലെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട ദോശയും സാമ്പാറും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ. അപ്പോ സാന്റ മമ്മിയുടെ വന്ന് പാട്ട് കേട്ടായിരുന്നോ? വളരെ നല്ല പാട്ടായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ? എങ്ങനെയുണ്ട്? ഓ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ വന്ന് ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ ആ ഒരു ചിരിയും ആ സന്തോഷം കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ടെന്നാണ് നമ്മുടെ സാന്റ മമ്മി പറയുന്നത്. അപ്പൊ സാന്റ മമ്മിക്ക് നമ്മൾ വീട്ടിൽ കൊടുക്കട്ടെ വേണ്ടേ? നൃത്യങ്ങൾ. അത് ശരി. ഓക്കെ. അപ്പോ സാന്റ മമ്മിക്ക് വേണ്ടി നമ്മൾ ഒരു പ്രത്യേക ഒരു ഡാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിനുവേണ്ടി നമ്മുടെ ഡാൻസ് ചേച്ചിമാരെ സ്വാഗതം ചെയ്യുന്നു.
സൂപ്പറാണ്, ഇഷ്ടപ്പെട്ടോ? ചേട്ടൻ എങ്ങനെയുണ്ടാണ്? മുട്ടായി തരാന്നാണ് പറഞ്ഞത്. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഭയങ്കര സ്നേഹത്തോടെ മുട്ടായൊക്കെ തരുന്ന. ഓ ശരി ശരി. ക്യാമറ ഇരുന്ന് നോക്കില്ലല്ലോ. എന്താ സംസാരം പഠിത്തത്തിന് കഴിഞ്ഞില്ലെന്നോ? സംസാരം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഒരു ലൈഫ് ലോങ് ലേണറാണ്. അങ്ങനെയാണ് സാറ്. ഓ സാറിന് നമസ്കാരം. ഓ ശരി, ഓക്കെ. നിങ്ങൾ നേരത്തെ അറിയോ? ഓ ഭയങ്കര ഇതാണ്. മൊത്തത്തിൽ ഈ ഒരു വൈബില് നമ്മുടെ കുട്ടികളോട്ട് എന്തെങ്കിലും നമുക്ക് ചോദിക്കാനുണ്ടോ? ലെസണൊക്കെ എഴുതിയോ എല്ലാവരും? കമ്മീഷനൊക്കെ ഞാൻ പോസിറ്റീവ് ആയിട്ടാണ് ഉദ്ദേശിച്ചത്, നെഗറ്റീവ് അല്ല. ഓക്കെ. എന്താ ഓ എന്തെങ്കിലും ചോദ്യങ്ങൾ ആദ്യം ചോദിക്കാനുണ്ടോന്നോ? ഇപ്പം നിങ്ങളോടല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത്ര വേണോ? അത് കുറച്ച് ഓവറാവോ? ഞാൻ ചോദിക്കട്ടെ, ഇനി പണ്ട് വരെയുള്ളതൊക്കെ എപ്പോഴും ഞാൻ ഈ ക്രിസ്മസ് പാറിനെ കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കും. എപ്പോഴും ഞാൻ എനർജറ്റിക് ആയിട്ടിരിക്കണം, ഈ ജോയിൻസ് ഒന്നും വേദനയില്ല. എത്ര വയസ്സുണ്ട് അതൊക്കെ ഇങ്ങനെ ആലോചിക്കും. സാറിക്ക് അപ്പം എത്ര വയസ്സ് കാണും? പേഴ്സണൽ കാര്യം ഒന്നും ചോദിക്കരുത്, അതാണ്. ഓ പിന്നെ ചുമ്മാ സ്കിന്നർ വെസ്റ്ററുണ്ടോ? പാവലോ ഇവാൻ പാവലോ വെസ്റ്ററുണ്ട്. ബി എഫ് സ്കിന്നർ ഇവാൻ പാവലോ ബെസ്റ്റ് ഫ്രണ്ടാണ്, ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഐശ്വരി. അപ്പൊ അന്ന് പോലെ ഒരുക്കിട്ട് വെച്ചാൽ നല്ല രീതിയിൽ പണിയെടുക്കണം ഞാൻ. ഓ അതാണ്, അങ്ങനെ എപ്പോഴും നല്ല രീതിയിൽ പണിയെടുക്കണം, നല്ല പോസിറ്റീവ് മൈൻഡോടെ ഇരിക്കണം. അതാണ് നമ്മുടെ സാന്റ പറയുന്നത്. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കൽ ലേണിംഗ് മറ്റേ മറന്നുപോയി, ഏതായാലും അതാണെന്ന് തോന്നുന്നു. എന്തായാലും മൊത്തത്തിൽ നമ്മുടെ വൈബ് സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ എല്ലാം? പക്ഷെ എന്തെങ്കിലും ഒരു കംപ്ലീറ്റ്നെസ് ഇതിൽ കൊണ്ടുവരാനുണ്ടോ? ട്രഡീഷണൽ ഉഗ്ര പെർഫോമൻസ് ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞാലും മനസ്സിലായോ? മലയാളം പഠിച്ചോ? ഓക്കെ. എന്തായാലും സാറിനെ കുറിച്ച് ചോദിക്കുന്നത് വെച്ചാല് എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ടുണ്ടോ? അതിന് മുമ്പ് ഞാൻ സാറിനോട് ചോദിക്കട്ടെ, ഇന്നത്തെ ഈ ജനറേഷനോട് സാറിന്റെ എന്തെങ്കിലും ഒരു മെസ്സേജ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? മനസ്സിലായോ? ഇല്ല. ഓക്കെ, അതായത് നല്ല സ്നേഹവും സന്തോഷവും സമാധാനം എല്ലാവരും ആചരിക്കണം എന്നാണ് നമ്മുടെ സാന്റ പറഞ്ഞത്. ക്രിസ്മസിന്റെ ഒരു മഹത്വം പറഞ്ഞാൽ ലൈറ്റിലും ബൾബിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിന് വലിയൊരു അന്തസത്തയുണ്ട്, നല്ലൊരു മഹത്വം അതിനുണ്ട് എന്നാണ് സാന്റ പറഞ്ഞത്. അത് കൂടി മനസ്സിലാക്കി വേണം നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ എന്നാണ് സാന്റ പറഞ്ഞത്. അപ്പോ നമ്മുടെ ഈ സാന്റയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു അവസാനം ഒരു ദൃശ്യാവിഷ്കാരം കൂടി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്കറിയാം എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഫെസ്റ്റീവ് സീസൺ ആണ് ക്രിസ്മസ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫെസ്റ്റിവലിന്റെ അത് മഹത്വം അറിഞ്ഞുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്ന ഇല്ല എങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം വളരെയധികം ഇല്ലാതെയായി പോകും. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലായി ഒരു ദൃശ്യ വിരുന്നു കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. സ്നേഹം മതമാക്കിയ, ത്യാഗം ജീവിതമാക്കിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി. അതിജീവനത്തിന്റെ വാതായനങ്ങളിലേക്ക് കണ്ണും കാതും കൂർപ്പിച്ചിരുന്ന ഒരു ജനത്തിന്റെ നിലവിളിക്കുള്ള ഉത്തരമായി അദ്ദേഹം ഭൂമിയിലേക്ക് വരികയാണ്. സ്വന്തം ആവശ്യങ്ങളെ മുന്തിരിച്ചാക്കി ദൈവിക സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമായി മാറിയ യുവത്വത്തെ കുന്തിരിക്കമായി പുകച്ചെരിച്ച് സമൂഹത്തിൽ സ്നേഹത്തിന്റെ സുഗന്ധം പരത്തിയ സ്നേഹഗായകനായ ത്യാഗസ്വരൂപനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി. ഈ ചൊൽക്കാഴ്ചയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രക്ഷകാ നീ കനിവിന്റെ പുസ്തകത്താളുമായി നിസ്തുല സ്നേഹപ്രതീകമായി
വിഷ്ടപത്രാണനർത്ഥം വന്നു പിറന്നോരു പുൽക്കൂട്ടിൽ മഞ്ഞുതിരുന്ന രാത്രിയിൽ ഇരുളിള പൂണ്ടു കിടന്ന വാൽനക്ഷത്രമൊളി പൂണ്ട മാത്രയിൽ ഇരവിന്റെ നക്ഷത്രമാലാഖമാർ കൺമെഴുതി ദീപം കൊളുത്തി വരവേൽക്കെ ഇതിഹാസ ദ്രോവിൽ നിന്നീ മധ്യ ദുഃഖ ചരിത്രത്തിലേക്കു നീ പദമൂന്നി ദേവകുമാരനാ. ഇതിഹാസ ദ്രോവിൽ നിന്നീ മധ്യ ദുഃഖ ചരിത്രത്തിലേക്കു നീ പദമൂന്നി ദേവകുമാരനാ. ഡിസംബറിന്റെ മണിത്തട്ടിൽ മറ്റൊരു ക്രിസ്മസ് കാലം കൂടി വന്നു ചേർന്നിരിക്കുന്നു. സ്വർലോകം വെടിഞ്ഞ് മാനവപാപത്തിന്റെ മുൾക്കിരീടം ചൂടുവാൻ ഭൂജാതം ചെയ്ത ലോകാധിനാഥന്റെ ഈ തിരുപ്പിറവിയെ ഓർമ്മിക്കുന്ന നാളുകളിൽ അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനൊപ്പം സ്നേഹവും സന്തോഷവും സമാധാനവും സാഹോദര്യവും സഹനവും വീണ്ടും വീണ്ടും ജനിക്കട്ടെ.